സൂം മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിർദ്ദേശം. ഇങ്ങനൊരു മെസ്സേജ് വന്നവർ ഈ ജോയിൻ സൂം മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നവർക്ക് വീണ്ടും വേറൊരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളുടെ കൈവശം ആപ്പിൾ ഫോണാണ് ഉള്ളതെങ്കിൽ ആപ്പിളിൻ്റെ ഈ ആപ്പിൾ സ്റ്റോറിലുള്ള ചിഹ്നത്തിലാണ് നിൽക്കേണ്ടത്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഈ ചിഹ്നത്തിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളതുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ ലോഗോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ നേരിട്ട് പ്ലേ സ്റ്റോറിലോട്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഇൻസ്റ്റാൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് 100% ആവുന്നത് വരെ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. ഫോണുള്ളവരും ആപ്പിളിൻ്റെ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ 100% ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. 100% കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇത് ലോഡ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു സ്ക്രീൻ വരിക. അതിൽ സൈൻ ഇൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നത് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ID എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട് കാണിക്കുന്നവർ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇതെപ്പോഴും ഓർത്തിരിക്കുക ഈ അക്കൗണ്ടിൽ തന്നെയാണ് കയറുന്നതെന്ന്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ആയിട്ട് ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ താഴോട്ട് വരിക. അതിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത്. സൂം എന്ന് പറയുന്ന ഈ ബട്ടണിലാണ് ഇനി അടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആദ്യം ഗൂഗിളിൽ കയറാൻ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് കാണിക്കും. അതേ ഇമെയിൽ ID തന്നെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ വീണ്ടും ഇങ്ങനെ വരുന്നത് വരെ ലോഞ്ച് സൂം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കുക. നിങ്ങൾ ഇവിടെ വരെ വരിക. ഇവിടെ എനേബിൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ചോദിക്കുന്ന നോട്ടിഫിക്കേഷൻ അലോ ചെയ്യുക. കണക്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ട് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലെ സൂം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സൂം മീറ്റിംഗ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് കണ്ടിരുന്ന വീഡിയോ ചെയ്യേണ്ട. ഇനി എപ്പോഴും ഇതുപോലെ സൂം മീറ്റിംഗ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഇതിൽ ജോയിൻ സൂം മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോയും ഓഡിയോയും കാണുന്നതായിരിക്കും. അതിൽ നിങ്ങൾ വീഡിയോയും ഓഡിയോയും നിങ്ങൾ ഡിസേബിൾ ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും എന്ത് ചെയ്യുക, ജോയിൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ വീഡിയോ ഡിസേബിൾ ചെയ്തിട്ടും കുഴപ്പമില്ല. ഓഡിയോ എന്തായാലും നിങ്ങൾ ഡിസേബിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ജോയിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. എല്ലാ നോട്ടിഫിക്കേഷനും അലോ ചെയ്ത് മാത്രം കൊടുക്കുക. എല്ലാം അലോ ചെയ്തതിന് ശേഷം നിങ്ങൾ സക്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീനിലോട്ടായിരിക്കും നിങ്ങളുടെ ഫോണിൽ വരിക. നിങ്ങൾ സ്ക്രീനിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കൺട്രോൾ സെറ്റിങ്സുകൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് അൺമ്യൂട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. യൂസിങ് ദ ആപ്ലിക്കേഷൻ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ കൺട്രോൾസ് വരുന്നതായിരിക്കും. ആ കൺട്രോൾസ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അൺമ്യൂട്ട് എന്നുള്ളത് മ്യൂട്ടാക്കി നിങ്ങൾക്ക് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ മൈക്ക് ഓഫ് ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ചാറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസുകൾ ഗ്രൂപ്പിലുള്ളവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ മീറ്റിങ്ങിൽ നിങ്ങൾ എന്താണോ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് അത് അതേപടി നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജ് നിങ്ങൾക്ക് വിശ്വാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ അയച്ചിരിക്കുന്ന മെസ്സേജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതുപോലെ തന്നെ കാണാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ചാറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക. സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ കൺട്രോൾസുകളൊക്കെ വരുന്നതായിരിക്കും. സ്ക്രീനിൽ ഇങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്കിവിടെ ഓഡിയോ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്ന മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്പീക്കർ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മീറ്റിങ്ങിൻ്റെ ഹോസ്റ്റ് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീറ്റിങ്ങിൽ പറയുന്നതൊന്നും കേൾക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ പറയുന്നതെല്ലാം വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും അത് നിൽക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്ത് മാത്രം സംസാരിക്കുക. അല്ലാതെ എല്ലാ സമയത്തും ഇതുപോലെ മ്യൂട്ടായിട്ട് നിൽക്കുക. നിങ്ങൾ ഈ മീറ്റിംഗ് ഇങ്ങനെയാണ് നിങ്ങൾ സക്സസ് ആയിട്ട് ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ലീവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലീവ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മീറ്റിംഗ് തീരുമ്പോൾ ഇതുപോലെ തന്നെ ലീവ് ചെയ്ത് പോകാവുന്നതാണ്. താങ്ക്